Dear children, 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്ന ഓരോ നമ്പറും പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതണം അല്ലേ? പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഒരുവിധം കുട്ടികൾക്കൊക്കെ അറിയായിരിക്കാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സാണ്? 2, 3, 5, 7, 11, 13, 17 അല്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പ്രൈം നമ്പേഴ്സിന് ആകെ 2 ഫാക്ടർ ഉണ്ടാവും. ഒന്ന് സെയിം നമ്പർ, രണ്ടാമത്തെ 1. 3 ഈക്വൽ ടു 3 ഇൻറ്റു 1, സെയിം നമ്പർ 1. ഇങ്ങനെ ആ സെയിം നമ്പറും 1ഉം മാത്രമേ എന്തായിട്ടുണ്ടാവുള്ളൂ? ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പറോ? ഒരു കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞേ. യെസ്, 4. 4ന് നമുക്ക് 4 ഇൻറ്റു 1 എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 4ന് എത്ര ഫാക്ടർ ഉണ്ട്? മോർ ദാൻ 2 ഫാക്ടേഴ്സ്. സെയിം നമ്പർ ഫാക്ടറാണ്, 1 ഫാക്ടറാണ്, വേറൊരു നമ്പർ ഫാക്ടറാണ്. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. 6 ഇൻറ്റു 1 എഴുതാം, അതുപോലെ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് എത്ര ഫാക്ടർ ഉണ്ട്? 1, 2, 3, 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കിതിനെ പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. ഓക്കെ, 140. അപ്പോൾ ആദ്യം നമ്മൾ 2 വര ഇടുക, എന്നിട്ട് പ്രൈം ഫാക്ടർ ചെയ്യാം. എങ്ങനെ ചെയ്യുക? ആദ്യം ഇവിടെ 140 എന്ന് എഴുതി വെക്കും. 140 എന്ന് എഴുതാം അല്ലേ? 140. അപ്പോൾ ഏത് നമ്പറാണ് നമ്മൾ ആദ്യം എടുക്കുക? ലോവസ്റ്റ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എടുക്കണം. ഏതാണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ? 2. 140ൽ എത്ര 2 ഉണ്ട്? 70 2 ഉണ്ട് അല്ലേ? വീണ്ടും നമുക്ക് 2 എടുക്കാം. 70ൽ എത്ര 2 ഉണ്ട്? 35, 35. പിന്നെ നമുക്ക് 2 പറ്റില്ല, കാരണം ലാസ്റ്റ് നമ്പർ ആരാണ്? ഓഡ് നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ 2 എടുക്കാൻ പറ്റും. നമുക്ക് 3 എടുക്കാൻ പറ്റുമോ? 3യും പറ്റില്ല, കാരണം 3, 5 കൂട്ടി 8 ആണ്. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3 എടുക്കാമായിരുന്നു. പക്ഷേ അത് മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. അത് 5 എടുക്കാം. 5 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ 5 എടുക്കാം, ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിലും 5 എടുക്കാം. 5 എടുക്കാം. ഓക്കെ, അപ്പോൾ 35ൽ എത്ര 5 ഉണ്ട്? 7 ഉണ്ട് അല്ലേ? നമുക്ക് 7 എന്ന് പറയുന്നത് 7 തന്നെ ഒരു പ്രൈം നമ്പറാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 140 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഇതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. കാരണം ഇവിടെ 2 ഉണ്ട് അല്ലേ? അതിന് നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് ഒന്നാമത്തതിന് ആൻസർ കിട്ടി. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 140 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 156. 156. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 വര ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളിൽ 156നെ എഴുതും. 156നെ എഴുതും. അതിൽ ആരെഴുതും? ഫസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2. 156ൽ എത്ര 2 ഉണ്ട്? എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ പകുതി എന്നർത്ഥം. 156ൻ്റെ പകുതി. അതും അറിയില്ലെങ്കിൽ നമുക്ക് 15ൽ എത്ര 2 പോവും? 7 പ്രാവശ്യം പോകും അല്ലേ? 2, 7, 14 14. ഇത് 15 അല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, 6, 16. 16ൽ എത്ര 2 പോകുന്നുണ്ട് നോക്കാം. 16ൽ 8 പ്രാവശ്യം പോകും അല്ലേ? 8 പ്രാവശ്യം. വീണ്ടും നമുക്ക് 2 എടുക്കാം. 78ൽ എത്ര 2 പോവും? 7ൽ എത്ര 2 പോവും? 7 3 പ്രാവശ്യം അല്ലേ? 3. 3, 2, 6 ഇത് 7 അല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട്. 1, 8, 18. 18ൽ എത്ര 2 പോവും? 9 പ്രാവശ്യം. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ലാസ്റ്റ് നമ്പർ ഓഡാണ്. അപ്പോൾ അടുത്ത നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 3, 9 കൂട്ടിയാൽ 12. 12 എന്ന് പറയുമ്പോൾ 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? 39ൽ എത്ര 3 പോവും? 3ൽ 3 ഒരു പ്രാവശ്യം. 9ൽ 3
3 പ്രാവശ്യം. വീണ്ടും നമുക്ക് ഒരു 3 ഇനിയിപ്പോൾ 13 തന്നെ ആരാണ്? 13 തന്നെ പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 13 ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, 13ൽ 13 ഒരു പ്രാവശ്യം. ആൻസർ കിട്ടി. എന്താണ് ആൻസർ? 156. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 156 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 13. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിനെ ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ആരെ കിട്ടി? രണ്ടാമത്തേതിൻ്റെ ആൻസറും കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3825 അല്ലേ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? 2 വരെ ഇട്ടെടുക്കും. എന്നിട്ട് ഇതിനുള്ളിൽ ആരേതും 3825 എഴുതും. ആദ്യം നമ്മൾ 2 എടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ലാസ്റ്റ് നമ്പർ 5 ആണ്. 3 എടുക്കാൻ പറ്റുമോ? ഇത് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3 കിട്ടും 11, 11 2 13, 13 5 18. 18 എന്ന് പറയുമ്പോൾ 3യുടെ ടേബിളിലുണ്ട് അല്ലേ? 3 ഇൻറ്റു 6 ആണ് 18. അപ്പോൾ നമുക്ക് ആരെ എടുക്കാം? 3 എടുക്കാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ 3 ഒരു പ്രാവശ്യം പോകും. 8ൽ 3 2 പ്രാവശ്യം പോകും അല്ലേ? 2 3 6ആണ്. ഇത് 8 ആണ്. ഇവിടെ 2 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ 2 2ഉം ചേർന്നാൽ ഈ 2 ഇവിടെ ബാക്കിയുള്ള 2 22ൽ 3 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും. 22 7 3 21 ആണല്ലേ? നമ്മളിവിടെ ഉണ്ടായിരുന്നത് 22 ആയിരുന്നില്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ? 1 5 15. 15ൽ 3 5 പ്രാവശ്യം. വീണ്ടും 3 കൊണ്ട് പറ്റുമോ? 1 2 3 3 7 10 5 15 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ആണ് 15 അല്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് 3 എടുക്കാം. 12ൽ 3 4 പ്രാവശ്യം പോകും. 7ൽ 3 2 പ്രാവശ്യം പോകും. 2 3 6 എന്ത് 7 ആണല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട്. 1ഉം 5ഉം 15. 15ൽ 3 5 പ്രാവശ്യം പോകും അല്ലേ? ഇത് നമുക്ക് 3 എടുക്കാൻ പറ്റുമോ? 4 2 7ഉം 5ഉം 4 2 6 5ഉം 11 3 പറ്റില്ല. അപ്പം 5 എടുക്കാം. കാരണം ലാസ്റ്റ് നമ്പർ 5 ആണ്. 42ൽ എത്ര 5 ഉണ്ട്? 8 പ്രാവശ്യം അല്ലേ? 8 5 40 ആണ്. 42 അല്ലേ? അവിടെ 2 ബാക്കിയുണ്ട്. 2 5 25ൽ 5 5 പ്രാവശ്യം. ഇനി അടുത്തത് ആരെടുക്കാം? 5 എടുക്കാം. 8ൽ 5 ഒരു പ്രാവശ്യം. 3 ബാക്കി. 3 5ഉം 35. 35ൽ 5 7 പ്രാവശ്യം. ഇത് 17 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ 17 17 ഒരു പ്രാവശ്യം. നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? കിട്ടി. 3825 ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. ഇവിടെ 3 5ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 സ്ക്വയർ ഇൻറ്റു 5 പ്രാവശ്യം 2 പ്രാവശ്യം. 5 സ്ക്വയർ ഇൻറ്റു 17. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 3825 ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? 5005 ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 5005 നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് എടുത്തെഴുതും അല്ലേ? ഇവിടെ 2 വരെ ഇടും. 5005 അവിടെ എഴുതും. 5005. അപ്പോൾ ഇതിലേത് നമ്പർ പോവും? 3 പോകില്ല. 2 എന്തായാലും പോകില്ല. കാരണം ലാസ്റ്റ് നമ്പർ 5 ആണ്. 3 പോകില്ല. 5 5 10 എന്ന് പറയുമ്പോൾ 3ൻ്റെ ടേബിളിലില്ല. 5 പോകും അല്ലേ? ലാസ്റ്റ് നമ്പർ 5 ആണ്. 5 5ൽ ഒരു പ്രാവശ്യം. 2 0 താഴ്ത്തി എഴുതുക. 5 5ൽ ഒരു പ്രാവശ്യം. 5005ൽ 5 1001 തവണ പോകും അല്ലേ? 5000ൽ 1000 തവണ, 5005ൽ 1001 ആണ്. അടുത്തത് ഏത് നമ്പർ എടുക്കാം?
5 ഒന്നും പോവില്ല, 6 പോവില്ല, 7 പോവോ? 7 പോവോന്ന് പരിശോധിക്കട്ടെ. 7 10ൽ 7 ഒരു പ്രാവശ്യം, ഒരു 7 3 ബാക്കി, 30ൽ 7 4 പ്രാവശ്യം അല്ലേ? 4 7 28, 2 ബാക്കി, 2 1 21ൽ 7 3 പ്രാവശ്യം. 7 പോകുന്നുണ്ടല്ലോ, 21. അപ്പോൾ നമുക്ക് 7 എടുക്കാം. എത്ര പ്രാവശ്യം വന്ന്? 143 ടൈംസ്. അടുത്തത് 7 ഇനി 7 പോകില്ല, കാരണം 7 × 10 70, 7 × 20 140, 143 ഏതിൻ്റെ ടേബിളിലില്ല. അപ്പോൾ അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ 8ൽ 9ൽ 10ൽ 11 അല്ലേ? 11. 143ൽ എത്ര 11 പോകും? 143ൽ 14ൽ എത്ര 11? ഒരു 11 അല്ലേ? ഒരു 11 11ആണ്, ഇത് 14ആണ്. അപ്പോൾ അവിടെ എത്ര ബാക്കിയുണ്ട്? 3 ബാക്കിയുണ്ട്. 3 ചേർന്നാൽ 33ൽ 11 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ അടുത്ത 3 ഇവിടെ 13 തന്നെ ഇവിടെ, കാരണം പ്രൈം നമ്പറാണ്. ഇവിടെ കണ്ടോ, പ്രൈം കംപ്ലീറ്റ് പ്രൈം നമ്പറാണ്. 5 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 7, 7 കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ 13. അങ്ങനെ ഒരു സീക്വൻസിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5005 ഈസ് ഈക്വൽ ടു 5 × 7 × 11 × 13. ഓക്കെ. അപ്പോൾ ഇതിൽ വേറെ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇതന്നെ ഫൈനൽ ആൻസർ. നമ്മൾ ഇത് സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7429. 7429 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ നമ്പറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. 7429 അവിടെ വരെ ഇട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 2 വരെ ഇടുക. 2 വരെ ഇട്ടിട്ട് ആരേതാം? ഈ നമ്പർ അവിടെ ഏതാ? 7429. ഇവിടെ നമ്മൾ ഏത് നമ്പർ എടുക്കുക? 2 പറ്റില്ല, ലാസ്റ്റ് നമ്പർ 9ആണ്. 3 പറ്റുമോ? 7 4 11, 11 2 13, 9 22. 3 പറ്റൂല. പിന്നെ 5 പറ്റൂല, ലാസ്റ്റ് നമ്പർ 9ആണ്. 6 7 പറ്റുമോ? 7 7 ഒരു പ്രാവശ്യം, 4 പോലെ 0 ഇടാം. 12ൽ 7 ഒരു പ്രാവശ്യം, 5 ബാക്കി, 5 59ൽ 7 പൂർണ്ണമായിട്ട് പോകില്ല, അപ്പോൾ 7 പോകില്ല. പിന്നെ ഏതെടുക്കും? 8ൽ 9ൽ 10ൽ 11 അല്ലേ? 11 നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 11 പോവില്ല, 13 പോവില്ല. ലാസ്റ്റ് എത്ര പോകുമെന്നറിയോ? 17ആണ് പോവുക. ഓക്കെ, 17 വെച്ച് നോക്കാം. 74 എത്ര 17 ഉണ്ട്? 74 എത്ര 17 ഉണ്ട്? നിങ്ങൾക്ക് സംശയമുണ്ട്? ഇവിടെ ഒരു ടേബിൾ അങ്ങോട്ട് എഴുതുക. ഓക്കെ, 17ൻ്റെ ടേബിൾ എഴുതല്ലേ? 17 × 1 = 17. 17 × 2 = 34. 17 × 3 = 51. 17 × 4 = 68. അതായത് മുമ്പിലത്തെ നമ്പറിനോട് 17 അങ്ങോട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ടേബിൾ കിട്ടും. 17 × 5 = 85. മതിയോ? നോക്കാം, ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്കി എഴുതാം. 74 എത്ര 17 ഉണ്ട്? 74 ഇതിൻ്റെ മേലെ അല്ലേ? 4 പ്രാവശ്യം. 4 × 4 × 17 = 68 ആണ്. ഇത് 74 ആണ് അല്ലേ? അപ്പോൾ 6 ബാക്കിയുണ്ട്. 6ഉം 2ഉം 62. 62 എന്ന് പറയുമ്പോൾ ഇതിന് മേലെ വരും അല്ലേ? 3 പ്രാവശ്യം. 62ൽ 3 പ്രാവശ്യം. 3 × 17 51 ആണ്. നമ്മുടെ നമ്പർ 62 ആയിരുന്നില്ലേ? അപ്പോൾ 51ഉം 11 ബാക്കിയുണ്ട് അല്ലേ? അവിടെ 11ഉം 9, 119ൽ എത്ര പോവും? അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടി എഴുതുകയാണ്. 17 × 6 = 6 = 102. 17 × 7 = 119. നമുക്കിവിടെ കിട്ടേണ്ടത് 119 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. ഇനി അടുത്ത് നമുക്ക് 17 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ആരാണ്? 19 അല്ലേ? എത്ര പ്രാവശ്യം പോകും? 43ൽ എത്ര 19 ഉണ്ട്? 43ൽ 19ഉം 19 38, 2 പ്രാവശ്യം അല്ലേ? 2 × 19 38 ആണ്. ഇത് 43 അല്ലേ? അപ്പോൾ 5 അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? 5 7 57. 57ൽ എത്ര 19 ഉണ്ട്? 19 × 1 19. 19 × 2 = 38. 19 × 3 = 57. 3 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് ഈ 23 തന്നെ ആരാണ്? പ്രൈം നമ്പറാണ്. ഒന്ന് ബാക്കി. ആക്ച്വലി ഈ 7429 എന്ന് പറഞ്ഞാൽ
നോക്കിയാൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 17 ഇൻറ്റു 19 ഇൻറ്റു 23. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എടുത്തെഴുതാം. 7429 ഈസ് ഈക്വൽ ടു 17 ഇൻറ്റു 19 ഇൻറ്റു 23. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.1ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൂളായിട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ.